അല്ല, പലരെയും നൊസ്റ്റാൾജിയയിൽ ഞാൻ ഉണ്ട്. അതെ, നൊസ്റ്റടിക്കുന്ന പറയും എന്നെ കാണുമ്പോൾ. ചിലരൊക്കെ വഴിയുന്നുണ്ട്, ഓ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്ന് പറയും. എന്താ വെച്ചാൽ അവരെ തേപ്പൊക്കെ കിട്ടിയുള്ള കഥയിലൊക്കെ നമ്മളെ പാട്ടുകളൊക്കെ ഉള്ള സമയമാണല്ലോ. സത്യം. അപ്പോൾ അവർ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക, എല്ലാവരോടും ഒരു സ്നേഹം കിട്ടും. നമുക്ക് പഴയ നൊസ്റ്റടിക്കണായിരുന്നേ. ആക്ച്വലി ഞാൻ ആൽബം അല്ല ഫോക്കസ് ചെയ്തിരുന്നത്, പണ്ടോട്ടെ സിനിമ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേമാതിരി ഒരു ആൽബത്തിൽ എന്നെ വിളിച്ചത്. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അന്നെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ CD-കൾ വിറ്റ് പോകുന്നുണ്ട്, എത്രത്തോളം ഞാൻ റീച്ച് ആയിട്ടുണ്ടെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറെ ആൽബങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ചിലതൊന്നും ചിലപ്പോൾ ഇഷ്ടമായിട്ടൊന്നുമല്ല ചില ആൽബങ്ങളൊക്കെ അഭിനയിച്ചത്. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പോയിട്ട് പാട്ട് പോലും കേൾക്കില്ല, ആരാണ് എന്താണ് ചെയ്യണമെന്ന് നോക്കില്ല. അവര് ചിലപ്പോൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പോയി ചെയ്യും ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ. ഹായ്, ഹലോ. ഇന്ന് നമ്മുടെ കൂടെ ചാറ്റ് ഷോയിൽ എത്തിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗസ്റ്റാണ്. കാരണം അത് പറയാൻ കാരണം, ഞാനൊക്കെ പണ്ട് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളുണ്ട്. മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായൊരു മോളുണ്ട് എന്നൊക്കെയുള്ള പാട്ടുകൾ. അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ആ സമയത്ത് നമ്മൾ ഈ ആൽബങ്ങളിലൊക്കെ കാണുന്ന ആൽബം നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ആൽബങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മുഖമുണ്ട്, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഹീറോ അല്ലെങ്കിൽ 90s ഒരു ഹീറോ എന്ന് പറയുന്ന ഒരാൾ. വെൽക്കം അൻവർ ഷെരീഫ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്താണെന്നറിയോ, ഈ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആൽബങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ ഈ പാട്ട് ഈ പ്രേമിക്കുന്നൊക്കെ സമയത്ത് നമ്മളൊക്കെ ഈ പാട്ടിലെ നായകന്മാരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ നായകൻ ഞാൻ പ്രേമിക്കുന്ന കാമുകി നായികയായിരിക്കും. അപ്പം അങ്ങനെ ഇക്കാൻ്റെ പാട്ടുകളിലൊക്കെ സ്വന്തം രൂപം വെച്ച് ഞാൻ ഇമാജിൻ ചെയ്ത് നടന്നിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നതാ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് വിചാരിച്ചിരുന്നതാ. അല്ല, പലരെയും നൊസ്റ്റാൾജിയയിൽ ഞാൻ ഉണ്ട്. അതെ, നൊസ്റ്റടിക്കുന്ന പറയും എന്നെ കാണുമ്പോൾ. ചിലരൊക്കെ വഴിയുന്നുണ്ട്, ഓ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്ന് പറയും. എന്താ വെച്ചാൽ അവരെ തേപ്പൊക്കെ കിട്ടിയുള്ള കഥയിലൊക്കെ നമ്മളെ പാട്ടുകളൊക്കെ ഉള്ള സമയമാണല്ലോ. സത്യം. അപ്പോൾ അവർ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക, എല്ലാവരോടും ഒരു സ്നേഹം കിട്ടും. നമുക്ക് പഴയ നൊസ്റ്റടിക്കണായിരുന്നേ. കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് ഇന്നത്തെ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയെ കണ്ടന്റുകളോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലല്ലോ. കാരണം നമുക്ക് ആകെയുള്ള ഓപ്ഷൻ തിയേറ്ററിൽ പോയി സിനിമ കാണുക, പിന്നെ TV-യിൽ വരുന്ന ചിത്രഗീതങ്ങൾ, പിന്നെ ഈ ആൽബം സോങ് ആണ്. ഇത് ഈ മൂന്നുമാണ് ഭയങ്കര നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് പാട്ട് വെക്കാനും അല്ലെങ്കിൽ ബാക്കിയുടെ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ആൽബം സോങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ സ്ഥിരം ചെക്കന്മാരൊക്കെ പാടി നടക്കുന്നത്, വരാന്തയിലൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പാടി നടക്കുന്ന പാട്ടുകളാണ് ഇക്കാൻ്റെ പാട്ടുകൾ. അല്ല, ആ സമയത്ത് ഈ ആൽബത്തിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ എനിക്കതിൽ ആ ടൈം ഭയങ്കര വർക്കുകൾ ഉണ്ടായിരുന്നു. അത് ഒരു ഭാഗ്യമാണ്. ഇക്ക എങ്ങനെ ആൽബത്തിലേക്ക് എത്തിയേ? ആക്ച്വലി ഞാൻ ആൽബം അല്ല ഫോക്കസ് ചെയ്തിരുന്നത്, പണ്ടോട്ടെ സിനിമ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേമാതിരി ഒരു ആൽബത്തിൽ എന്നെ വിളിച്ചത് ഒരു കോർഡിനേറ്റർ. നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ചിലപ്പോൾ അവിടെ ഇവിടെ ഒക്കെ കാണാം. ഇപ്പം ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്കിൽ കൂടെ പോണതും നടക്കും. ഞാൻ ആലോചിച്ചത് അത് ആ വർഷം എന്നൊക്കെ പറയുന്നത് എത്ര 2001 ഒക്കെയാന്ന് തോന്നുന്നു. ആ ടൈമാണ് ഇറങ്ങിയത്. 2002-ലോ 2003-ലാണ്. ഷൂട്ട് നടക്കുന്നത് 2001-ലാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ അതിൻ്റെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. ആ കോർഡിനേറ്റർ എന്നെ ഇങ്ങനെ ഒരു ആൽബം ഉണ്ട്. അപ്പോൾ ആൽബം അന്ന് തുടങ്ങിയിട്ടില്ല അധികം ഇല്ല. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ആൽബമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ആൽബത്തിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇങ്ങനെ വന്നു. അപ്പോഴത്തേനും പിന്നെ ഇങ്ങനെ ആൽബം ഇങ്ങനെ ട്രെൻഡ് തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറേ കഴിഞ്ഞപ്പോൾ 2-3 ചെയ്തു. ഒരെണ്ണം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. ആ നേരത്തെ അവസരങ്ങളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ പെങ്ങളെ മോളുണ്ട്, ചെറുതായിരുന്നു. അവളെ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പെങ്ങളെ വളക്കെ ഉരുവാക്കി സെറ്റാക്കി ഒരു ആൽബം ഞങ്ങൾ തന്നെ ചെയ്തു. അതിൽ അവളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കഥ ഉണ്ടാക്കി അങ്ങനെ ഒരു ആൽബം നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തു ഇറക്കി. അന്ന് ക്രെയിനും ഇതൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു അന്ന് ഷൂട്ട് ചെയ്തത്. അല്ല, പിന്നെ ഇപ്പോൾ എടുത്ത് പറഞ്ഞൊരു സാധനം,
എനിക്ക് എൻ്റെ ആൽബങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ കോമ്പോസിഷൻ ആണെങ്കിലും അതിലെ കൊറിയോഗ്രാഫി ആണെങ്കിലും അതൊക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് പണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ക്രെയിനൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ച ആ ടെക്നിക്കലി പോലും അത്രയും ഇൻവോൾവ് ചെയ്തിട്ടാണ് പണ്ട്. അന്ന് ഇതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല നമുക്ക്. ക്യാമറമാൻ ഒക്കെ പുതിയതാണ്, നമ്മളെ ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ അവന് ക്രെയിനിൽ കയറാനുള്ള ആഗ്രഹമുണ്ട്. ക്രെയിൻ വേണം എന്ന് പറഞ്ഞു. ആ ശരി ക്രെയിൻ വേണം. നമ്മളെ സെറ്റ് കാണുമ്പോൾ വലിയ സെറ്റ് പോലെ അത് നാട്ടിലല്ല ഷൂട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെയും ഇതേമാതിരി ബന്ധങ്ങളാണല്ലോ. അങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ബന്ധങ്ങൾ വഴിക്ക് ഒരു ആൽബം ചെയ്ത് അങ്ങനെയാണ് അതിലേക്ക് വന്നത്, എത്തിപ്പെട്ടത്. ഒരെണ്ണം ചെയ്ത് ഇതായിപ്പോൾ അത് ഇഷ്ടപ്പെട്ട് അതിൽ വർക്ക് ചെയ്ത വേറെ ടീം വേറെ കണക്റ്റിൽ വരും. പിന്നെ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി കാര്യങ്ങൾ ഉണ്ടല്ലോ, ഈ ആൽബം പ്രൊഡക്ഷൻ, ഗാലറി വിഷൻ, പിന്നെ ഇതില് മില്ലേനിയം ഓഡിയോസ്, അവരൊക്കെ ആ ടീമിലൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് അവർ ആൽബം ചെയ്യണമല്ലോ. അവരെന്നെ അവരെ മ്യൂസിക് കമ്പനി. അങ്ങനെ അവരെ സ്ഥിരം ഇതിലൊക്കെ സാന്നിധ്യമായി. അതെ അല്ലേ. പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചവർ പിന്നെ വിളിക്കും നമ്മളെ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. അതെ. ഇതിപ്പോൾ ഞാൻ പണ്ട് കേട്ട പാട്ടുകളൊക്കെ ഇപ്പോൾ ഇക്ക ഇവിടെ ഗസ്റ്റായിട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് യൂട്യൂബിൽ പഴയ പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് നോക്കി. ആ ഒരു ഓർമ്മയിൽ അങ്ങനെ കേട്ടിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രധാന കുറച്ച് കമൻറ്റുകൾ എന്താ പറയുക, 2026 ഇതിൽ കാണുന്നവരുണ്ടോ, 2026 ജൂണിൽ കാണുന്നവരുണ്ടോ, ജൂലൈയിൽ കാണുന്നവരുണ്ടോ, 90s ഹീറോ, നിത്യഹരിത നായകൻ, ഇതൊക്കെയാണ് ഞാൻ കാണുന്ന കമൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇക്കയും കണ്ടിട്ടുണ്ടാവും അതിൽ. അപ്പോൾ ഇക്കൊക്കെ എന്താ ഫീൽ ചെയ്യുന്നത് അത് കാണുമ്പോൾ? അല്ല, എല്ലാവർക്കും ഇപ്പോഴും. ഞാനിപ്പോൾ അടുത്ത് ഒരു കല്യാണത്തിന് വേണ്ടിയായിരുന്നു, ഞാൻ അവിടെ പോയി ജസ്റ്റ് പോന്നു. അപ്പോൾ അവർ അതിൻ്റെ ക്യാമറമാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടു. അപ്പോൾ അതിൽ അടിയിൽ കുറേ നന്നായിട്ട് റീച്ച് ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് കമൻറ്റാണ്. എല്ലാവർക്കും സ്നേഹമുണ്ട്, ഭയങ്കര പോസിറ്റീവാണ്. ഒരാളും ഇങ്ങനെ ട്രോളൊന്നുമില്ല. അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നുള്ളൊരു സമാധാനമുണ്ട് നമുക്ക്. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ, അങ്ങനെ വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ആ പഴയ ചെയ്തു വെച്ച കാര്യങ്ങൾ. നമ്മൾക്കിപ്പോൾ എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അന്നെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ CD-കൾ വിറ്റ് പോകുന്നുണ്ട്. എത്രത്തോളം ഞാൻ റീച്ച് ആയിട്ടുണ്ടെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എത്ര ആൾക്കാർക്ക് അറിയും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ അത് കുറച്ചും കൂടി അറിയാലോ, നമുക്ക് എത്രത്തോളം റീച്ച് ആവുന്നുണ്ട്, വ്യൂവേഴ്സ് അറിയുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ആ ഒരു ഓർമ്മകളിൽ ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CD-കൾ പോകുന്നതിന്റെ എണ്ണാണല്ലേ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് പാട്ടുകൾ പല എല്ലായിടത്തും കേൾക്കുമ്പോൾ നമുക്കറിയാം, അത്രയും അറിയാൻ പറ്റും. ഓട്ടോയിലും ഇതിലൊക്കെ കേൾക്കുമ്പോഴൊക്കെ അപ്പോഴാണ് ആ ഒരു റീച്ചിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നത്. അതെ അതെ അതെ. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ ഒരു ഗുണമായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റീച്ചിന് വേണ്ടി പല മാർഗ്ഗങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ തന്നെ കുറേ ഉണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്ത് പിന്നെ യൂട്യൂബിൽ പോലും അധികം യൂട്യൂബിൽ ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നില്ല അന്ന്. ഇത്രയും റെസൊല്യൂഷൻ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല, അത്രയും അപ്ഡേറ്റഡും ആയിരുന്നില്ല. ഈ CD-കൾ വിറ്റ് പോകുന്നതും കാസറ്റുകൾ പോകുന്നതും അധികം പോയിക്കൊണ്ടിരുന്നത് അല്ലേ. കൂടുതൽ പുറത്തായിരുന്നു, ദുബായ് അങ്ങനെ കൺട്രീസിലായിരുന്നു പോയി. അവിടുത്തെ മലയാളീസ് ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത്, പ്രവാസികള്. അവർക്ക് ഭയങ്കര നാട്ടിലത്തെ വിഷ്വൽസും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പൊ അവിടെ കൂടുതൽ ആൾക്കാർ കൂടുതൽ CD-കളൊക്കെ അവിടെ പോയിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഞാൻ പൊതുവെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ റീച്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാരുടെ മനോഭാവമാണ്. ഇപ്പോൾ ഒരു ആൽബം ഇറങ്ങുമ്പോൾ ആണെങ്കിലും നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ആൽബം റിലീസായി യൂട്യൂബിൽ കണ്ടു വിട്ടു. പക്ഷെ പണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അത് ഒരു CD ആൽബം ചെയ്തു, ആ CD ഇറങ്ങണം, ആ CD-ക്ക് വേണ്ടി നമ്മുടെ ഫാനായിട്ടുള്ള അടുത്ത ആളുടെ ഒരു വർക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉള്ളിലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ക്യൂരിയോസിറ്റി ഫാക്ടർ പൊതുവെ ഇല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതിനെ ഇക്കൊക്കെ എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? ആൽബത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതോ? ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണോ? ഐ മീൻ ഇക്കാൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ ചോദിച്ചത്. അത് ഏതാണ് ഇക്കാക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണോ ഇഷ്ടം, അതോ പഴയ കാലമായിരുന്നു ഇഷ്ടം എന്ന് വരുന്നത്? രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. അത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണല്ലോ. ആ രീതിയിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. പണ്ട് ഇത്രയും സോഷ്യൽ മീഡിയ അല്ല, സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ ആ ടൈമിൽ കുറച്ചുകൂടി എത്തിപ്പെടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ കഴിവ് പുറത്ത് കാണിക്കണമെങ്കിലും അത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വേണം, അവരെ നമ്മൾ ഇതാക്കണം.
വർക്ക് തരണം, നമ്മളെ സെലക്ട് ചെയ്യണം, ചാൻസുകൾ കിട്ടണം. ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവരിൽ എത്തിക്കാൻ സുഖമാണ്, കുറച്ചുകൂടി ഈസിയാണ്. പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മളെ പ്ലാറ്റ്ഫോം തന്നെ മതി, നമ്മളെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് മതി, അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ എത്തിക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത്. പണ്ട് അങ്ങനെയല്ല, മറ്റുള്ളവർ വിചാരിക്കണം എത്തിപ്പെടാനും ഇതൊക്കെ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അന്ന് ആൽബം എനിക്കിഷ്ടമാണ്, ആൽബങ്ങൾ അന്ന് അഭിനയിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു ആൽബങ്ങളിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല സോങ്ങിൽ. പിന്നെന്ന് വെച്ചാൽ കുറേ ആൽബങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ചിലതൊന്നും ചിലപ്പോൾ ഇഷ്ടമായിട്ടൊന്നുമല്ല ചില ആൽബങ്ങളൊക്കെ അഭിനയിച്ചത്. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പോയിട്ട് പാട്ട് പോലും കേൾക്കില്ല, ആരാണ് എന്താണ് ചെയ്യണത് നോക്കില്ല. അവര് ചിലപ്പോൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പോയി ചെയ്യും ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ. ഇക്ക ചെയ്തതില് ഇക്കയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം ഏതാ? എനിക്ക് കുറച്ച് ആൽബങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച കാലത്ത് എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു പലിശക്കാരനായിട്ട്. അന്ന് ഈ ഡിഫറെന്റ് നമ്മള് ക്യാരക്ടറായിട്ടൊക്കെ ചെയ്തുള്ള സാധനം, നമ്മളെ ബാക്കി എല്ലാവരും പാടി നടക്കുന്നു, പ്രണയിക്കുന്നു എന്നുള്ള സംഭവമാണല്ലോ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് ചെയ്തുള്ള ഉദയശങ്കറിന്റെ ആൽബംസിലൊക്കെ അങ്ങനെ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മുത്ത് എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, വിനീത് പാടിയുള്ള തന്നെയാണ്. അതും ഇതുപോലെ ഒരു ഗന്ധർവനായിട്ടാണ് അഭിനയിച്ചുള്ളത്. ഗന്ധർവനെ തേക്കണാണ് ഒരു തേപ്പ് കിട്ടണം. അത് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു. പിന്നെ ഒരു സുരേഷ് ഗോപി മമത മോഹൻദാസ് പാടിയൊരു പാട്ട് ഉദയശങ്കരൻ ചെയ്ത വാട്ടർമാൻ ചെയ്തതാണ്. അത് ഇതേമാതിരി തലയിൽ മുടിയില്ലാത്ത ഒരാള്, ഹെൽമെറ്റ് കച്ചവടക്കാരനാണ്, അയാളെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, അതായത് വേറെ ഒന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇക്കാൻ്റെ കേട്ടിട്ടുള്ള ഒരു പാട്ടൊന്ന് മനസ്സിന്റെ മണിയറയിലാണ്. ഇപ്പൊ അടുത്ത് കിട്ടിയോണ്ട് ചോദിക്കുകയാണ്, എനിക്ക് രണ്ടുപേരും എനിക്ക് ഒന്ന് പാടിത്തരണം. മനസ്സിന്റെ മണിയറയിൽ എന്റെ ഒരു ആഗ്രഹം അത് പാടാം. അല്ലിമലർ കിളി അഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്, എളിമയിലുള്ളൊരു മനമാണ്, ഇന്നെൻ ഭാഗ്യവും അവളാണ്, എൻ്റെ മൊഹബത്തിൻ നിധിയാണ്, എൻ്റെ കരളിൻ്റെ കരളാണ്, എൻ്റെ ഇഷ്കിൻ കുടമാണ്, നല്ല സുന്ദരി മോളാണ്, മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്. അത് ഭയങ്കര ഹിറ്റായിരുന്നു പാട്ട്, ഭയങ്കര ഹിറ്റാണ്. എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് പാട്ടാണത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടത്. പിന്നെ അതെ, ഭയങ്കര ഫീലാ. കാര്യം എന്താ വെച്ചാൽ എനിക്കിത് കേൾക്കുമ്പോഴുണ്ടല്ലോ, മിക്ക യൂട്യൂബിലുള്ള വിഷ്വലിനേക്കാളും എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സും ലൈഫൊക്കെയാണ് ഓർമ്മ. എൻ്റെ എക്സിനെയൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. കാര്യം അതുമായിട്ട് അത്രയും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഫേവറേറ്റ് ആയത്. നിങ്ങൾക്ക് കിട്ടുന്ന അത്ര നെസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. പാട്ട് ഉള്ള സമയത്ത് നമ്മൾ അഭിനയിച്ചതുകൊണ്ട് ആ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഓർമ്മ കിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇമോഷണലി ഉള്ള ഒരു സാധനം കിട്ടാറില്ല. അത് എന്താണെന്നറിയോ, നമുക്കത് ഭയങ്കര ഇമോഷണലും കൂടിയാണ്. ഈ പാട്ടുകളുടെ ഇമോഷണലി കണക്റ്റഡാ. പിക്കപ്പ് അത് ചെയ്തു പോയതുകൊണ്ട് ഇപ്പൊ നമ്മളാണല്ലോ ലിസണേഴ്സ്, നമുക്കെന്ന് വെച്ചാൽ അത് അത്രയും ഫേവറേറ്റ് ആണ്. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളുണ്ട്. എനിക്ക് സിനിമ സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. ആ ടൈമിൽ പ്രണയമുള്ള സമയത്തൊക്കെ സാധനം കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതേമാതിരി പ്രണയമുള്ള നേരത്ത് ഓരോരുത്തർക്ക് എല്ലാവർക്കും ആ ഫീൽ ഉണ്ടാവുമല്ലോ, നഷ്ടടിക്കുമല്ലോ. അതെ അതെ. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം, സിനിമയാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്നറിയാം. അപ്പോൾ ആൽബത്തിലൂടെയാണ് വന്നത്, സിനിമയാണ് ഏറ്റവും പാഷനും കാര്യങ്ങളൊക്കെ അറിയാം. കുറേ സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് എത്തിയത് എന്തായാലും ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണെന്നറിയാം. സ്ട്രഗിളിങ് ഉണ്ട്, സ്ട്രഗിളിങ് ഇല്ലാതിരിക്കില്ല. സിനിമയിൽ വരുമ്പോൾ സ്ട്രഗിളിങ് ഉണ്ടാവും. സിനിമ ഫസ്റ്റ് ഞാൻ സിനിമകൾ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഫസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന തിലകൻ സാറായിരുന്നു. തിലകൻ സാറിൻ്റെ ഒപ്പം ഫസ്റ്റ് ഞാൻ അഭിനയിക്കണത് സിനിമ, ചെറിയൊരു സിനിമയായിരുന്നു.
അതെൻ്റെ ഒരു അത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. പിന്നെ ലെജൻഡിന്റെ കൂടെ ഫസ്റ്റ് ഷോട്ടിൽ നിൽക്കാൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് 2009-8 കാലഘട്ടമായിരുന്നുണ്ട്. അത് പിന്നെ അതിൽ സലീം കുമാർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചെറുതാണ്, നായകനാണ് അതില്. നായകൻ എന്ന് പറഞ്ഞാൽ തിലകൻ സാറും ഞാനാണ് മെയിൻ. ഒരു തെരുവ് സർക്കസിനെ കുറിച്ചിട്ടുള്ള സിനിമയാണ്. എന്തായിരുന്നു? തെരിക്കൂത്ത് എന്നാണ് അതിന്റെ പേര് മാറ്റി കൂടാരം എന്നാക്കിയിട്ട് അത് അങ്ങനെ ഇറക്കിണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം അങ്ങനെ ചെറിയ പടമാണ്. അപ്പോ പക്ഷെ അവരൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റി. ഫസ്റ്റ് സീൻ തന്നെ പെർഫോം ചെയ്യണത് നേരിട്ട് കാണാൻ പറ്റി. അതൊരു ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ആള് ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭാര്യ അത്ര പോരാന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സലാല ഞാൻ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയത്. അക്കുക്ക നമ്മളെ വീടിന്റെ അടുത്ത് നാട്ടില് തൃപ്രയാർ തളിക്കുളം ഭാഗത്താണ് വീട്. അപ്പൊ അതിൽ എൻ്റെ ഒരു ക്യാമറമാൻ, എൻ്റെ ഫ്രണ്ട് നിതിൻ തളിക്കുളം വഴിക്കാണ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഒരു വർഷം മുമ്പ് ഞാൻ ആളെ പോയി CD ഒക്കെ അഭിനയിച്ച CD ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ ശേഷം പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തു. വേറെ ഈ നിതിനെ വിളിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണം, ഇപ്പോഴത്തെ ഗെറ്റപ്പ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാനാകെ ഞെട്ടിപ്പോയി. ഒരു വർഷം കഴിഞ്ഞിട്ടേ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. പിന്നെ എനിക്കിങ്ങനെ മടിയാണ്, കുറെ ഇങ്ങനെ ഡിസ്റ്റർബ് ആവും എന്നുള്ളൊരു സാധനം. പക്ഷെ ആള് ഓർത്ത് വിളിച്ച് നല്ല റോള് തന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണം ആ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സലാല മൊബൈൽസ് ഇതേമാതിരി എൻ്റെ സിയാൻ ശ്രീകാന്ത് എന്നിട്ട് നമ്മളെ ഫ്രണ്ട് എഡിറ്റർ ഉണ്ട്. അങ്ങനെയാണ് മറ്റേ ശരത്തേട്ടനെ പരിചയപ്പെടുത്തൽ. ശരത് ഹരിദാസ് ആണ് ഡയറക്ടർ, ആണ് അതിന്റെ സലാലയുടെ ഡയറക്ടർ. ദുൽഖറിന്റെ കൂടെ ആയിരുന്നു. അത് ഭയങ്കര ഭാഗ്യമായിരുന്നു. അത് അതുപോലെ തന്നെ നല്ലൊരു ക്യാരക്ടറും കിട്ടി. പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫിഗർ എൻ്റെ ഫിഗറായിരുന്നു, ശരത്തേട്ടൻ്റെ. പുള്ളി അതുമ്മ ഈ സലാല മൊബൈൽസ് ഞാൻ കണ്ടപ്പോൾ പിന്നെ ഞാൻ ആദ്യം കരുതിയിരുന്ന ഇക്ക കോഴിക്കോട്ടുകാരൻ എന്നാണ് വിചാരിച്ചിരുന്നത്, ആ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും അത് കഥാപാത്രത്തിന് വേണ്ടി പഠിച്ചതാണ്, സ്ലാങ് പഠിച്ച് ചെയ്തതാണ്. പിന്നെ ശരിക്കും തൃശ്ശൂർകാരനാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചോദിച്ചതിക്ക, ഇപ്പോൾ ദുൽഖറിൻ്റെ കൂടെയാണ് ആ പടം അഭിനയിച്ചത്. അപ്പോൾ ഇക്ക ഒരു കഥാപാത്രത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ സ്ലാങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ ഇതാണെങ്കിലും, അങ്ങനെ ആ ഒരു കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തണം എന്നുള്ള ഒരു അങ്ങനെ നിർത്തി അതിന് അത്രയും എഫേർട്ട് എടുക്കാറുണ്ടോ? എഫേർട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ ഈ ഇതാണ് സ്ലാങ്ങും കോഴിക്കോടൻ ശൈലിയിൽ സംസാരിക്കണം. അപ്പം ഞാൻ ഒരാഴ്ച ആയിരുന്നുണ്ട് കോഴിക്കോട്. നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഈ ആൽബം പരിപാടിയൊക്കെ മലബാറിലൊക്കെ ഷൂട്ടിങ് അവിടെ കുറെ നല്ല ഈ ഫീൽഡായിട്ട് ബന്ധമുള്ളവരല്ല കേട്ടോ, നല്ല സുഹൃത്തുക്കൾ കുറേ ഉണ്ട്. ഫവാസ്, സക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ട്. പുള്ളി അവരെ വിളിച്ച് ഞാൻ അവിടെ ഒരാഴ്ച അവരൊപ്പം ഫുള്ള് കറക്കം. ഞാൻ പറഞ്ഞു കോഴിക്കോടുള്ളവരെ മാത്രം വണ്ടി കയറ്റിയാൽ മതി, വേറെ ആരും കയറ്റണ്ട. എന്ന് വെച്ചാൽ സ്ലാങ് വ്യത്യാസം ഇത് വരണം, എനിക്ക് അവരൊപ്പം പിടിക്കണമല്ലോ. പിന്നെ ആ സ്ക്രിപ്റ്റ് എനിക്ക് തന്നപ്പോൾ ഞാൻ അതിൽ കുറേയൊക്കെ അവിടുത്തെ കൊളോക്കിയൽ സ്ലാങ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലിങ്ങനെ കുറച്ച് നമ്മൾ ഇത് ചെയ്തു. സംസാരിക്കുമ്പോൾ ഇതിനെ അവിടെ എങ്ങനെ പറയുക, അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡി ഇതെന്താണെന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ മറ്റേ V4 ഉണ്ടായിരുന്ന പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ചാലിയങ്കാണാരൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടായിരുന്ന. അവനും കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പറയണത് എങ്ങനെ പറയണെന്നൊക്കെ. അത് അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടോ. കോഴിക്കോടുള്ളവരും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കോഴിക്കോടുള്ളവർ എങ്ങനെയാ അത് നോക്കുക എന്നുള്ളത്. അവർക്കാണല്ലോ കറക്റ്റ് അറിയുക. അവരും നല്ല കറക്റ്റാണ് പറഞ്ഞത്. എനിക്കത് ആ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ സിനിമ ആ ഒരു കോൺസെപ്റ്റ്, ഈ സിഗ്നൽ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ അത്. പക്ഷെ ആ ടൈമിൽ അത് സിനിമ തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ചു അത് എന്തുകൊണ്ട് ഈ സിനിമ വിജയിച്ചില്ല എന്ന് ഞാൻ ആലോചിച്ചു. എനിക്കത് ഞാനും സിസ്റ്റത്തിലാണ് കണ്ടത് സിനിമ, അല്ലാതെ റിലീസായപ്പോഴേ കണ്ടേ. എനിക്ക് തിയേറ്ററിൽ മിസ്സായ ഒരു പടമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ട്. കാരണം ആ സമയത്ത് ഇതൊക്കെ ഈ സിഗ്നൽ ഹൈജാക്കിങ്ങും കാര്യങ്ങളും ഇന്നത്തെ ഇപ്പം നമുക്കത് വിശ്വസിക്കാം, ഇതൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ചിന്തിക്കും. പക്ഷെ പണ്ട് അങ്ങനെ ചിന്തിക്കില്ല ആ സമയത്ത്. അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ കണ്ട ഒരു സിനിമയാണത്. എന്തുകൊണ്ട് തിയേറ്ററിൽ വിജയിക്കാതെ പോയി എന്നൊക്കെ ചിന്തിച്ച സമയമാണത്. അതെ ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ ഇതിൽ TV-ലൊക്കെ ഇതിലൊക്കെ നന്നായിട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള
സിനിമയായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ആ സിനിമയിൽ എടുത്തു തോന്നിയ ഒരു സാധനം അതിലെ തമാശകളായിരുന്നു. ഇപ്പൊ രമേശ് ചേട്ടന്റെ കൂടെ ഒക്കെ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? ഇല്ല, രമേശ് ചേട്ടൻ ഞാൻ എന്റെ ഭാഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ രമേശ് ചേട്ടൻ ആണ് അത് ചെയ്യണം തന്നെ അറിയുന്നത്. അറിയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന്റെ ശേഷം എന്റെ വിഷ്വല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി അത് നോക്കി അതിനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഏറ്റിട്ട് അതിന്റെ ഇടയിൽ കയ്യിൽ നിന്ന് കുറെ സാധനം അടിപൊളിയാക്കി, അത് സൂപ്പറാക്കി. അത് കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്റെ ഭാഗം ഒന്നുകൂടി നന്നാക്കായിരുന്നു തോന്നി എനിക്ക്. പക്ഷെ നമ്മള് ഷൂട്ട് കഴിഞ്ഞു പോയി, ഒരുമിച്ചല്ലല്ലോ ഷൂട്ട് ചെയ്ത്, രണ്ട് ദിവസങ്ങളിലായിട്ടല്ലേ ഷൂട്ട് ചെയ്തത്. പക്ഷെ അടിപൊളിയാക്കിയാള്